എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇതിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കമൻറ്റോളികൾക്കുള്ള ഒരു മറുപടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ കമൻ്റ് എടുത്ത് വെച്ചിട്ട് വീഡിയോ ആക്കുന്ന പതിവൊന്നും ഉള്ള ആളല്ല. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്തരത്തിൽ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റുകളൊന്നും വരാറുമില്ല. അത്രയ്ക്ക് നെഗറ്റീവ് അടിച്ചിട്ടുള്ള കമൻറ്റുകൾ എനിക്കങ്ങനെ അധികം വരാറില്ല. അതുകൊണ്ട് തന്നെ അഥവാ നെഗറ്റീവ് ആണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നതല്ലാതെ ആരും എന്നെ തെറിയൊന്നും വിളിച്ചിട്ട് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില കാര്യങ്ങളിൽ എനിക്ക് വ്യക്തത വരുത്തേണ്ട കാര്യമുണ്ട്. കാരണം നമുക്ക് കമൻ്റ് ഇട്ട് ഓരോരുത്തർ ചിലതൊക്കെ പറയുകയോ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മറുപടി കമൻ്റ് വഴി കൊടുക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു 1-2 പേർക്കുള്ള ഏനക്കേട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതൊരുപാട് വലിച്ചു നീട്ടാനൊന്നും താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ അബ്ദുള്ള CK എന്ന് പറയുന്ന ഒരു വിശിഷ്ട വ്യക്തി, ഒരു മാന്യ വ്യക്തി, അദ്ദേഹത്തിൻ്റെ കമൻറ്റിനെ കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. കാരണം പുള്ളിക്കാരൻ ഒരു തെറിയും വിളിച്ചിട്ടൊന്നും കമൻ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അനാവശ്യമായിട്ട് ഉള്ള തെറികളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അബ്ദുള്ള CK ആണ്. ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ എത്രത്തോളം കാണാമോ എന്തോ. നമ്മളിൽ ആംബുലൻസ് കാണിക്കുന്ന കണക്കാണ്, ആംബുലൻസിൽ എഴുതിയിരിക്കുന്ന കണക്കാണ്. നമ്മളിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അത് തലയും കുത്തിയേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അബ്ദുള്ള CK എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ അബ്ദുള്ള CK പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇട്ടിരിക്കുന്ന കമൻറ്റിലെന്ന് വെച്ചാൽ, ആ കമൻറ്റ് ഞാനൊന്ന് വായിച്ചു തരാം. ഇവളുടെ ചാനലിൽ നല്ല കമൻറ്റ്സ് ഇട്ടാലും തെറി കേൾക്കേണ്ടി വരുമെന്ന്. ഇവളുടെ ചാനലിൽ നല്ല കമൻറ്റ്സ് ഇട്ടാലും തെറി കേൾക്കേണ്ടി വരും എന്നാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും നല്ല കമൻറ്റ്സ് ഇട്ടിട്ടുള്ളപ്പോൾ ഞാൻ നിങ്ങളെ ആരെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടോ? ഇനി ബാഡ് കമൻ്റ് ഇടുന്ന ആളുകളെ ആണെങ്കിൽ പോലും തെറി ഞാൻ വിളിച്ചിട്ടില്ല. കാരണം തെറി വിളിക്കേണ്ട രീതിയിൽ അവർ അങ്ങനെ കമൻറ്റ്സ് ഇടാറില്ല. അതുകൊണ്ട് തന്നെ തെറി വിളിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇവളുടെ ചാനലിൽ നല്ല കമൻറ്റ്സ് ഇട്ടാലും തെറി കേൾക്കേണ്ടി വരുമെന്ന്. ഈ സഹോദരനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അന്യ സ്ത്രീകളെ അവള് ഇവള് എന്ന് അതിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഒട്ടും മാന്യതയുള്ള ഒരു വ്യക്തിക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അവൾ ഇവൾ എന്ന് വിളിക്കാനുള്ള ആ ഒരു അധികാരമുള്ളത് നിങ്ങളുടെ ഭാര്യയെ മാത്രമാണ്. ഓക്കെ, സ്വന്തം മക്കളെ ആണെങ്കിൽ പോലും അവളെ ഇവളെ എന്ന് പറഞ്ഞ് സംബോധന ചെയ്ത് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ ഒരാൾ എടി എന്ന് വിളിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അവൾ ഇവൾ എടി അങ്ങനെ എന്നെ മറ്റുള്ളവർ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ വിളിക്കാനുള്ള അവകാശം നമ്മുടെ ഭർത്താവിന് മാത്രമേ ഉള്ളൂ, മറ്റൊരാൾക്കില്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിവരക്കേടിൻ്റെ കൊടുമുടിയിൽ കയറി ഇരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന നേരത്തിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടായിരിക്കും അവർ നമ്മളെ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി കൂടി തലയിലേക്ക് വയ്ക്കുക. അപ്പോൾ ഈ അബ്ദുള്ള CK പറഞ്ഞ ആ ഒരു ഇതെന്ന് വെച്ചാൽ, അവളുടെ ചാനലിൽ എന്ത് നല്ലത് പറഞ്ഞാലും അവൾ തെറിയെ വിളിക്കൂ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കമൻറ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചാലും നിങ്ങൾക്കത് കാണാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ആ കമൻറ്റ്. ഇല്ല, ഞാൻ പറഞ്ഞതുപോലെ ഇല്ല, ആംബുലൻസിൽ എഴുതിയിരിക്കുന്ന കണക്ക് തലയും കുത്തിയേ കാണാൻ പറ്റത്തുള്ളൂ. അബ്ദുള്ള CK. അപ്പോൾ ഈ പുള്ളിക്കാരൻ നേരത്തെ ചെയ്ത കമൻറ്റുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. തെറിയെ വിളിക്കോളൂ ഇവളുടെ ചാനലിൽ എന്ത് വന്ന് പറഞ്ഞാലും, എന്ത് നല്ല കമൻ്റ് ഇട്ടാലും തെറിയെ വിളിക്കോളൂ എന്ന് പറഞ്ഞ മഹത് വ്യക്തി നേരത്തെ എനിക്ക് 2 കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ എൻ്റെ ചാനലിൽ. ആ ഒരു 2 കമൻറ്റ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അതിൽ ഒരെണ്ണം ഇങ്ങനെയാണ്. അങ്ങനെ ഒരു കമൻറ്റ് അതിലിങ്ങനെയാണ്: ഇടവപ്പാതി എന്ന ചിത്രത്തിൽ അഭിനയിച്ച ഉത്തരയാണോ ഇത് എന്നാണ് ഒരു കമൻറ്റിൽ അയാൾ ചോദിച്ചിരുന്നത്. അപ്പോഴത്തേക്ക് അതിനെന്ന് പറഞ്ഞാൽ ഞാൻ തെറിയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു കമൻറ്റ് ഇയാൾ ഇട്ടപ്പോഴത്തേക്ക് അതിന്
അല്ലെന്നോ അങ്ങനെ ഏതാണ്ടാണ് കൊടുത്തിരുന്നതെന്ന് തോന്നുന്നു. ആ ഒരു ഇത് കാണുന്നില്ല. കാരണം ഇത് അങ്ങേരിടുന്ന നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കമൻ്റ് ഇട്ടാലും ആ ഒരു അവരുടെ ആ ഒരു ഐ ഡിയിൽ വന്ന് കിടക്കും. അവരിടുന്ന കമൻറ്റുകൾ മുഴുവനായിട്ടും അവരുടെ ഐ ഡിയിൽ വന്ന് കിടക്കും. ഈ പുള്ളിക്കാരൻ ഇതിന് മുമ്പ് ഇന്നിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന കമൻറ്റിന് മുമ്പായിട്ട് വേറെ 2 കമൻറ്റുകളാണ് ഈ പുള്ളിക്കാരൻ ഇട്ടിട്ടുള്ളത്. അത് ഇതിൽ തന്നെ ഉണ്ട്. അതിലൊരു ചോദ്യം എന്ന് വെച്ചാൽ ഇടവപ്പാതി എന്ന ചിത്രത്തിൽ അഭിനയിച്ച ഉത്തരയാണോ ഇത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറുപടി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. അത് മറുപടി ഇതിൽ കിടക്കില്ല കേട്ടോ. അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു വീഡിയോ കണ്ടുപിടിച്ചിട്ട് നോക്കിയാൽ അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഞാനിട്ടത്. അപ്പോൾ പിന്നീട് വേറൊരു ചോദ്യം ഇയാൾ ചോദിച്ചിരിക്കുന്നത് വേറൊരു കമൻ്റാണ് കേട്ടോ. അത് ഒരു ഏതാണ് നമ്മളൊരു പ്രഭാഷണം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു നൗഷാദ് ബാദ്ഖവിയുടേതാണെന്ന് തോന്നുന്നു. ഒരു പ്രഭാഷണം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രഭാഷണത്തിൻ്റെ അടിയിൽ വന്നിട്ട് ഈ പുള്ളിക്കാരനിട്ട മറ്റൊരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇടവപ്പാതിയിൽ അഭിനയിച്ച ഉത്തരയാണോ ഇത് എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും മുമ്പ് ഒരിക്കൽ ഇട്ട അതേ കമൻ്റാണ് ഇയാൾ ഇട്ടിരിക്കുന്നത്. ഇടവപ്പാതിയിൽ അഭിനയിച്ച ഉത്തരയാണോ ഇത് എന്നാണ് വീണ്ടും അയാൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ ഇടവപ്പാതിയിൽ അഭിനയിച്ച ഉത്തര നിൻ്റെ കുഞ്ഞമ്മയാണടാ എന്നാണ് ഞാൻ കൊടുത്തത്. നിൻ്റെ കുഞ്ഞമ്മയോ അമ്മയോ ആണ് എന്നുള്ള മറുപടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഈ ഒരു മറുപടി ഞാൻ കൊടുത്തതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഓർമ്മയുടെ ഭാഗത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഞാനൊരു മറുപടി കൊടുത്തു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ പുള്ളിക്കാരൻ ഇപ്പോൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഇവളുടെ ചാനലിൽ വന്ന് നല്ല കമൻസ് ഇട്ടാലും തെറി കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഈ പറഞ്ഞത് ഇങ്ങേര് പറഞ്ഞത് നല്ല കമൻസ് ആയിരുന്നോ? ഇടവപ്പാതി എന്ന ചിത്രം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റ് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള മറുപടികളെ കിട്ടത്തുള്ളൂ. നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് മാത്രമേ തിരിച്ചിങ്ങോട്ട് കിട്ടത്തുള്ളൂ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇടവപ്പാതി എന്ന ചിത്രം ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചിത്രം കണ്ടിട്ടില്ല. നായികയോ നായകന്മാരോ ആരാണെന്നും അറിയില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇയാൾ ചോദിച്ചിട്ടുള്ളപ്പോൾ രണ്ട് വീഡിയോയ്ക്ക് അടിയിലായിട്ട് വന്നിട്ട് കമൻ്റ് ഇട്ട സമയത്ത് ഇങ്ങനെ മാത്രമേ എനിക്ക് കൊടുക്കാനാവൂ. കാരണം ഞാനൊരു സിനിമാ നടിയല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ വന്നിട്ട് ഞാൻ അതിനകത്ത് അഭിനയിച്ച് നായികയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതല്ലായിരുന്നു കൊടുക്കേണ്ടിയിരുന്ന മറുപടി. എനിക്കിപ്പോൾ മനസ്സിലാവുന്നു അത് ഇത്തിരി കുറഞ്ഞു പോയി എന്നുള്ളൊരു കാര്യം എനിക്കിപ്പോഴാണ് കുറച്ചുകൂടി ബോധ്യപ്പെട്ടത്. ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ മറുപടി ഞാൻ എങ്ങനെയാണ് കൊടുത്തതെന്ന് അറിയാമോ? ഇവളുടെ ചാനലിൽ നല്ല കമൻസ് ഇട്ടാലും തെറി കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആ ഒരു കമൻസിൻ്റെ മറുപടി ഞാൻ കൊടുത്തത് ഞാനങ്ങനെ കമൻറ്റ് എൻ്റെ പേരിൽ ഇതുവരെ ഞാൻ ആരെയും കമൻസ് ഇട്ടതിൻ്റെ പേരിൽ തെറി വിളിച്ചിട്ടില്ലെന്ന്. അതായത് എൻ്റെ പേരിൽ കമൻസ് ഇട്ടതിൻ്റെ പേരിൽ ഞാൻ ഇതുവരെ ആരെയും തെറി വിളിച്ചിട്ടില്ല. ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ വിമർശിക്കും എന്നല്ലാതെ ഞാൻ ആരെയും തെറി വിളിക്കാറില്ല എന്നാണ് ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുടെ കൂടി ഞാൻ കമൻറ്റ് ഞാൻ വായിക്കാം. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയൽ നടിമാരെ കുറിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ വിമർശിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറേ എണ്ണം വരും. കുറേ കമൻറ്റോളികൾ വരും. കമൻറ്റോളി എന്നേ അവരെ പറയാൻ പറ്റുള്ളൂ. സീരിയൽ ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ കുറേ എണ്ണം വന്നിട്ട് കുരയ്ക്കും, വെറുതെ കിടന്ന് കുരയ്ക്കും. അപ്പോഴത്തേക്ക് അവരെ മാത്രം വിമർശിച്ചുകൂടാ. എന്തുകൊണ്ടാണ് വിമർശിച്ചുകൂടാത്തത്? നിങ്ങൾ കാണുന്നത് അവരുടെ റിയൽ സ്വഭാവമല്ല. നിങ്ങൾ കാണുന്നത് അവരിലുള്ള കഥാപാത്രത്തെ മാത്രമാണ് നിങ്ങൾ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. ഇപ്പോൾ സീരിയൽ നടിയായാലും സിനിമാ നടിയായാലും അങ്ങനത്തെ മമ്മൂക്കയെ വരെ ആളുകൾ വിമർശിക്കുന്നു, ജെന്റിൽമാനായ. പിന്നെ അതിൽ കൂടുതലാണോ ഈ സീരിയൽ നടിമാരൊക്കെ? അപ്പോൾ അത് അവരുടെ ഒരു ഷോർട്സ് വീഡിയോ കണ്ടിട്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോൾ എൻ്റെ പൊന്നോ അവർ കാണിക്കുന്ന ഓവർ ആക്ടിങ്, ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു ഓവർ ആക്ടിങ്ങിനെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് വന്ന ഒരു കമൻ്റാണിത്. അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ആളുകൾക്ക് കുരു പൊട്ടിയത് ഞാൻ ഈ ഒരു വീഡിയോയെ റിയാക്ട് ചെയ്തപ്പോഴാണ്.
നിങ്ങൾ നോക്കണം, ഞാൻ ഇതിനകത്ത് പാട്ട് വെച്ചിട്ടില്ല. പാട്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും കേട്ടോ. ഇതൊരു ഇഞ്ചക്ഷൻ എടുത്തതിന് ഇവർ കാണിക്കുന്ന ഓവർ ആക്ടിങ് ആണ്. നോക്കൂ, ഒരു ഇഞ്ചക്ഷൻ എടുത്തതിനാണ്. അവരുടെ മകളാണ് തൊട്ടടുത്ത് വളരെ കൂളായിട്ടിരിക്കുന്നത്, കണ്ട. ഇതിനെ റിയാക്ട് ചെയ്തതിനാണ് ചിലർക്കൊക്കെ കുരു പൊട്ടിയത്. നോക്കൂ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ 2 പ്രസവിച്ച സ്ത്രീയാണെന്നുള്ളത് ഓർക്കണം. 2 പ്രസവിച്ചത്. അവരുടെ മകളാണ് തൊട്ടടുത്തിരിക്കുന്ന ആ വലിയ പെൺകുട്ടി, 10-18ഓളം വയസ്സ് പ്രായമുള്ള പെൺകുട്ടി. പിന്നീട് അതിൽ താന്നതാണ് ഒരു ആൺകുട്ടിയുള്ളത്. ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഇവരിതെന്താണ് ഈ കാണിക്കുന്നത്? ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും എനിക്കും ഇത് കണ്ടപ്പോൾ അരോചകമായിട്ട് തോന്നി. ഇങ്ങനെയുള്ള ഇവരെങ്ങനെയായിരിക്കും ആ 2 കുട്ടികളെ പ്രസവിച്ച സമയത്ത് അടുത്ത് നിന്ന ഡോക്ടറെയും സിസ്റ്റർമാരുടെയൊക്കെ അവസ്ഥ കഷ്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതിന് വളരെ ലളിതമായിട്ട് എന്നെ കൊടുത്തൊരു മറുപടി എന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് ഈ കുട്ടികളെ പ്രസവിക്കുന്ന സമയത്ത് ഇവർ സെലിബ്രിറ്റി ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ഗോഷ്ടി കാണിച്ചാലും അവിടെ കാണാനും വീഡിയോ എടുക്കാനും ആളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഓവർ ആക്ടിംഗ് ഒന്നും അവിടെ ചിലവാവില്ല എന്നുള്ള മറുപടിയായിരുന്നു ഞാൻ ആ കമൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന പെണ്ണുമ്പുള്ള ലോകത്തുണ്ടോ? ഇവർക്ക് ഏറ്റവും കുറഞ്ഞ 40 വയസ്സ്, എൻ്റെ ഏജെങ്കിലും വരും. എന്നിട്ട് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് എന്ത് വൃത്തികേടാണെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇതിനെയാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ഇതിനെ റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് കുറേ എണ്ണമല്ല, ഇപ്പോൾ 1-2 പേരെ വന്നിട്ടില്ല, ഇനിയും വരും ആളുകൾ. കാരണം ഇവളുമാരെയൊന്നും റിയാക്ട് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇവളുമാരൊക്കെ പട്ടുസാരിയൊക്കെ ഉടുത്ത് വന്ന് നിന്നിട്ട് കുറേ ഗ്ലിസറിനും തേച്ച് കിടന്ന് കരഞ്ഞ് മെഴുകുന്നതൊക്കെ കണ്ടിട്ട് ആളുകൾക്കാണെങ്കിൽ മൊത്തത്തിൽ കുരുപൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു വീഡിയോയ്ക്ക് പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കും? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇത് കണ്ടാൽ റിയാക്ട് ചെയ്യും. അത് കണ്ടിട്ട് കുരു പൊട്ടി ഒലിക്കുന്നവരാണെങ്കിൽ അടുത്ത് ഗവൺമെൻറ് ആശുപത്രി പോയാൽ മതി. ചെന്ന് പറഞ്ഞാൽ പഞ്ഞിയും ബീറ്റാഡിനും നല്ല രീതിയിൽ കിട്ടും. ചോദിച്ചാൽ മതി. പൈസ ഇല്ലെന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സർക്കാർ ആശുപത്രിയിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് പഞ്ഞിയും ബീറ്റാഡിനും മേടിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് നല്ല വൃത്തിയായിട്ട് ഒപ്പിയെടുത്ത് ബീറ്റാഡി നല്ലപോലെ കുത്തി കയറ്റി അങ്ങ് വെച്ചിരുന്നാൽ മതി. ആ പൊട്ടിയൊലിപ്പങ്ങ് നിന്നോളും. കുറച്ച് കഴിയുമ്പോൾ വേദനയ്ക്കും ആശ്വാസം കിട്ടും കേട്ടോ. അതാണ് എനിക്ക് ഈ പൊട്ടിയൊലിപ്പുകാരന്മാരോടും കാര്യങ്ങളോടും പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ജയകുമാർ എന്ന് പറയുന്ന ഒരു മാന്യ വ്യക്തി പറഞ്ഞ ഒരു കമൻറ്റ്. ജയകുമാർ എന്ന് വെച്ചാൽ ജയകുമാർ CN 4SC ജോയിൻ്റ് 8 വർഷം ന്യൂ സബ്സ്ക്രൈബർ. അപ്പോൾ ഈ ജയകുമാർ പുള്ളിക്കാരന് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലൊന്നും വിജയിച്ചിട്ടില്ല. അതിനകത്ത് സബ്സ്ക്രൈബർ വെറും 4 ഉള്ളൂ, വീഡിയോസുകളൊന്നുമില്ല. ജയകുമാർ കാണത്തില്ലായിരിക്കാം. ഇങ്ങനെ കാണിച്ചിട്ടും കാര്യമില്ല, വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ജയകുമാർ. അപ്പോൾ ഈ ജയകുമാർ ഇട്ടിരിക്കുന്ന കമൻ്റ് എന്താണെന്ന് വെച്ചാൽ, തനിക്ക് ചാനൽ വളർത്താൻ സമ്മതിക്കണം, അതിനുവേണ്ടി ആളാവുകയാണ്, സീരിയലിൻ്റെ പരസ്യം കൂടിയാണ്, അതില്ലെങ്കിൽ സീരിയലിൻ്റെ പരസ്യം ഇല്ലെങ്കിൽ വരവില്ലെന്ന് നമുക്ക്. അതായത് തനിക്ക് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് സമ്മതിക്കണം. ആര് സമ്മതിക്കണം? നീ സമ്മതിക്കണോ? നിൻ്റെ സമ്മതം എനിക്ക് എന്തിനടാ? അതിനു വേണ്ടി ആളാവുകയാണ്. ആരാളാവുകയാണ്? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ റിയാക്ട് ചെയ്യും. അത് കാണാൻ ബുദ്ധിമുട്ടുള്ളവന്മാരും അവളുമാരും വരണ്ട. അത്രയ്ക്കേ എനിക്ക് പറയാനുള്ളൂ. സീരിയലിൻ്റെ പരസ്യം കൂടിയാണ്, അതിൻ്റെ വരവില്ലെങ്കിൽ പൈസയൊന്നും കിട്ടൂലെന്നാണ് പറയുന്നത്. സീരിയലിൻ്റെ എന്ത് പരസ്യമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്? സീരിയലിൻ്റെ പരസ്യമല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ എന്ത് വീഡിയോ ചെയ്താലും അതിൽ പരസ്യം വരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, ഞങ്ങൾ അത്രയേറെ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ ചാനലുകളിൽ പരസ്യം വന്നു തുടങ്ങുന്നത്. അല്ലാണ്ട് ഈ സീരിയൽ നടിമാരാരും ഇങ്ങോട്ട് കൊണ്ടൊന്ന് കോരിച്ചെരിഞ്ഞിട്ട് തരുന്നതൊന്നുമല്ല. ഈ സീരിയലിൻ്റെ റിയാക്റ്റ് ആയാലും മറ്റുള്ളതിൻ്റെ ആയാലും റിയാക്ഷൻ വീഡിയോ ചെയ്യാതെ മറ്റുള്ള വീഡിയോകൾ ചെയ്യുന്നവർക്കൊക്കെ പരസ്യം വരുന്നത് ഇവളുമാരുടെ ഔദാര്യമാണോ? അല്ലല്ലോ. ഇവളുമാരും ഒരു ഔദാര്യവും ചെയ്തിട്ടല്ല. ഈ പരസ്യക്കാരാണ് ഈ സീരിയലായാലും സിനിമകളായാലും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിക്കും ഇവളുമാരൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് പണം എണ്ണി മേടിച്ചിട്ടാണ് പട്ടുസാരി ഉടുത്ത് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതും രാവിലെ എണീച്ച് അടുക്കളയിൽ നിന്ന് വേവിക്കുന്നതും പൂ വച്ചിരിക്കുന്നതും ഒക്കെ കാണിക്കുന്നത്. വെറുതെ ഒന്നുമല്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത്, അയാൾ ചോദിക്കുകയാണ്, വേറെ ഉളുപ്പില്ലടി,
ചാനൽ തട്ടിപ്പാണെന്ന്. എനിക്ക് വേറെ പണിക്ക് പോകുന്ന കാര്യമായിരിക്കും. ഉളുപ്പില്ലേടി എന്ന് ചോദിക്കുന്നു. ചാനൽ തട്ടിപ്പാണ്, ഓർക്കുന്നത് നന്നെന്ന്. ചാനൽ എന്ത് തട്ടിപ്പാടാ? ചാനൽ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുമില്ല. മാന്യമായിട്ട് ചെയ്യുന്നവരുമുണ്ട്, മാന്യത ഇല്ലാതെ ചെയ്യുന്നവരുമുണ്ട്. ഉളുപ്പില്ലേടി എന്ന് ചോദിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുടെ ഉള്ളത്? നാണം കിട്ടവനെ. നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീയൊക്കെ എന്തിനാണ് റിയാക്ഷൻ വീഡിയോ വന്നിരുന്ന് കാണുന്നത്? ഞെളിഞ്ഞ് വന്നിരുന്ന് കാണുകയും ചെയ്യണം, കുറ്റവും പറയണം. അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഞെളിഞ്ഞ് വന്നിരുന്ന് കണ്ടിട്ട് കുറ്റം പറയാമെന്നുള്ള ഭാവം ഉണ്ടല്ലോ, മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നിന്നെ വേണമെങ്കിൽ ഈ ഒരു നിമിഷം എനിക്ക് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞാൽ നീ പിന്നെ എൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് ആളായിട്ട് ഇതുപോലെ കമൻ്റ് ഇടത്തില്ല. പക്ഷെ ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമേ ബ്ലോക്ക് ചെയ്യുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് തന്നെയാണ്. അങ്ങനെ പറയാതെ നിന്നെയൊന്നും വലിയ ആളാവാനായിട്ട് വിട്ടേക്കേണ്ട ഒരു കാര്യമില്ല. ഉളുപ്പില്ലേടി എന്ന് ചോദിക്കേണ്ട കാര്യം എന്താടാ? ഉളുപ്പില്ലാതെ എന്താടാ ഇവിടെ കാണിക്കുന്നത്? നിനക്കൊക്കെ ഉളുപ്പില്ലാതെ ഓരോന്ന് കാണിക്കാത്തത് കൊണ്ടാണോ പ്രശ്നം? അത്തരത്തിൽ കാണിക്കുന്ന ആളുകളുടെ ചാനലൊക്കെ ഉണ്ട്. നീയൊക്കെ അങ്ങോട്ടേക്ക് പൊയ്ക്കോ. ഇങ്ങോട്ട് വന്നിട്ട് വലിയ ആളാവാനായിട്ട് വരണ്ട കേട്ടോ. നിനക്ക് ആൾ മാറിപ്പോയി. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പരിഭാഷ കൂടി പറയാം, അതും കൂടി കേട്ടിട്ട് കട്ട് ചെയ്യാൻ. എന്ത് പരിഭാഷയാടാ നിനക്ക് പറയാനുള്ളത്? എടാ നീ എന്ത് തേങ്ങയാടാ ഇരുന്ന് സംസാരിക്കുന്നത്? എന്ത് തേങ്ങയാ സംസാരിക്കുന്നത്? ഇതിൻ്റെ പരിഭാഷ കൂടി പറയാം, അതും കൂടി കേട്ടിട്ട് കട്ട് ചെയ്യാൻ. നീ ആരോടായി സംസാരിക്കുന്നത്? എടാ നിനക്കൊക്കെ എടായായാലും എടിയായാലും ഈ പേര് കണ്ടിട്ട്, ജയകുമാർ എന്നുള്ള പേര് കണ്ടിട്ട് നമുക്ക് ആണാണ് കമൻ്റ് ഇടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ചില സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ ഐഡിയ ആണുള്ളെങ്കിൽ, ചിലരാണെങ്കിൽ അവരുടെ ഫോണിൽ ഹസ്ബൻഡിൻ്റെ ഫോണായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലാണെങ്കിൽ പോലും ചിലപ്പോൾ ഭർത്താവിൻ്റെ പേരായിരിക്കും അതിനകത്ത് ഐഡിയ ആയിട്ടിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇത് സ്ത്രീ ആയിരിക്കും. ഇതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും എനിക്കൊരു കുന്തവുമില്ല. ആരാണെങ്കിലും പറയാനുള്ളതെന്ന് വെച്ചാൽ, നിനക്കൊക്കെ റിയാക്ഷൻ വീഡിയോ കാണുമ്പോൾ ചൊറിച്ചിലുണ്ടാവുന്നുണ്ടെങ്കിൽ നീയൊക്കെ റിയാക്ഷൻ വീഡിയോ കാണാൻ വരാതിരിക്കുക. എന്തുമാത്രം ചാനലുകളുണ്ട്, ലക്ഷക്കണക്കിന് ചാനലുകളുണ്ട്. റിയാക്ഷൻ വീഡിയോ അല്ലാത്ത ഒരുപാട് പല കാറ്റഗറിയിലുള്ള ചാനലുകളുണ്ട്. നിനക്കൊക്കെ അവിടെ പൊയ്ക്കൂടെ? പിന്നെ ഇവിടെ വന്നിരുന്ന് കണ്ട് വലിയ ആളാവുകയും ചെയ്യണം, കുറ്റവും പറയണം. അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. അതൊക്കെ ആ ഒരു അടവൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതിവിടെ ചിലവാവില്ല. ആദ്യം അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഉളുപ്പില്ലേടിയെന്ന് ഞങ്ങളുടെ നെറ്റ് ചിലവാക്കി, ഞങ്ങൾ കണ്ടൻറ്റ് കണ്ടെത്തി, ഞങ്ങൾ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സീരിയൽ നടികളെ വിമർശിച്ചാൽ എന്താണ്? ആകാശം ഇടിഞ്ഞ് തലയിൽ കൂടെ വീഴോ? അല്ലെ വെള്ളപ്പൊക്കം സുനാമിയൊക്കെ കയറോ? ഇവളുമാരെയൊക്കെ വിമർശിച്ചാൽ? വിമർശിക്കോടാ. വിമർശിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള അവസരം വെക്കുകയാണെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യും. നീ പോയി ഒറ്റക്കാലിൽ തപസ് ചെയ്ത് പോയി ഓടിപ്പോ. കുറേ കാമൻ്റോളികളുണ്ട്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബീന സത്യനാട്ടോ. ബീന സത്യൻ്റെ കമൻ്റ് എന്ന് പറഞ്ഞാൽ അവർ വലിയ കുഴപ്പമൊന്നുമില്ല, അവരവരുടെ അഭിപ്രായം പറഞ്ഞതാണ്. ഇത്രയേറെ പറയാനൊന്നുമില്ല. ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ ഞരമ്പ് കിട്ടിയില്ലെങ്കിൽ നല്ല വേദന അനുഭവപ്പെടും, നീരും വയ്ക്കും, ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. നീ കണ്ടിട്ടുണ്ടായിരിക്കും. ബീന സത്യൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ബീന സത്യൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ 10-40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരുത്തി ഇങ്ങനെ കിടന്ന് പ്രസവവേദന എടുക്കുമ്പോൾ കാണിക്കുന്ന കണക്കുള്ള രീതികളൊക്കെ കാണിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാണിക്കുന്നതിന് ഒരു മാന്യത വേണ്ടേ? പിന്നെ അവർക്കറിയാം അത് പിന്നെ റീൽസ് ഇടാനാണെന്നുള്ള അറിയാവുന്നതുകൊണ്ടാണ് അവർ അത്രയും കിടന്ന് കാണിച്ചത്. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിങ്ങൾക്കില്ലേ? എനിക്കറിയാൻ മേലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ബീന സത്യൻ, കുറച്ചൊക്കെ നമുക്ക് ഫാൻസൊക്കെ ഉണ്ടാവണം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ അവരുടെ ആരാധികയായിരിക്കാം, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിഷമം വരുന്നത് എന്ന് കരുതിയിട്ട് ആവശ്യമില്ലാതെ ചൊറിയാൻ വരരുത് കേട്ടോ. നിങ്ങൾ പിന്നെ പറഞ്ഞത് ഞാൻ കാര്യമാക്കുന്നില്ല, കാരണം നിങ്ങൾ വളരെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ പറയുന്നതിന് ഒരു ഇത്തിരിയെങ്കിലും ജാള്യതയും കൂടി ഉണ്ടാവണം. ഞരമ്പ് കിട്ടാതിരുന്നിട്ട് ഒരു കൊച്ചു കുഞ്ഞാണ് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നതെങ്കിൽ നമ്മളൊന്നും പറയത്തില്ല. അവരുടെ മകളാണ് കാണിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. പക്ഷേ 2 പ്രസവം അറിഞ്ഞ ഒരു സ്ത്രീ ഇങ്ങനെ കിടന്ന് മതം പൊട്ടി കാണിക്കുമ്പോൾ പിന്നെ ഇതിനെന്താ പറയുക? എന്തൊക്കെയാടെ ഇതൊക്കെ. പിന്നെ വേറൊരു മഹത് വ്യക്തി വന്നിരിക്കുകയാണ്.
എൻ്റെ പൊന്നോ, ഒരു 1.5 കമൻ്റ് കേട്ടോ. 1.5 എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ഇല്ല, ഞാനത് ഇത്തിരി ഒന്ന് പൊലിമിച്ചെന്നേ ഉള്ളൂ, അത് കേൾപ്പിച്ച് തരാം. പിന്നെ അടുത്തൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ KMSS എന്നാണ് കൊടുത്തിരിക്കുന്നത്. KMSS അങ്ങനെ ആയിട്ടോ കൊടുത്തിരിക്കുന്നത്, കണ്ടോ? KMSS അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് അവർക്ക് എനിക്ക് തോന്നുന്നു നേരത്തെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതിൽ പക്ഷേ സബ്സ്ക്രൈബറൊന്നുമില്ല, വ്യൂസും ഒന്നുമില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവം നന്നല്ല, മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കുന്നതും നല്ലതല്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ എന്താ കുഴപ്പം? കുറ്റമുള്ളത് കൊണ്ടല്ലേ പറയുന്നത്, കുറ്റമില്ലാതിരുന്ന ആരും ഒന്നും പറയില്ലല്ലോ. അപ്പോൾ അത്രയും മാന്യമായിട്ടുള്ള സ്വഭാവത്തിന് ഉടമയായ KMSS ഈ കൊതിയും നുണയും പറയുന്ന ചാനലിലേക്ക് എത്തി നോക്കാൻ വരാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് മറ്റുള്ളവരുടെ സ്വകാര്യത ഒളിഞ്ഞു നോക്കുന്നത് നല്ലതല്ല. എവിടെ പോയി ഇങ്ങനെ ഒളിഞ്ഞു നോക്കി? എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വകാര്യത ഒളിഞ്ഞു നോക്കിയത് അവരെ ബെഡ്റൂമിനകത്ത് പോയിട്ടാണോ ഒളിഞ്ഞു നോക്കിയത്? അങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണെങ്കിലേ മറ്റുള്ളവരുടെ സ്വകാര്യത ഒളിഞ്ഞു നോക്കി എന്ന് പറയാനൊക്കൂ. ഇത് നിങ്ങൾക്ക് നാണം ഉണ്ടോടോ? തനിക്ക് ഇത്ര വിവരമുണ്ട്. ഈ റീൽസ് പോലെ, റീൽസ് എന്നല്ല, ശരിക്കും ഇഞ്ചക്ഷൻ വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ പോയി ഒളിഞ്ഞിരുന്നാണോ എടുത്തത്? ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ പ്രസവവേദന കാണിച്ച ആ ഒരു വീഡിയോ ഞാനാണോ എടുത്തത്? ഞാൻ ഒളിഞ്ഞു പോയി ഹോസ്പിറ്റലിൻ്റെ കർട്ടൻ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ ക്യാമറ മാത്രം ഇങ്ങനെ കടത്തി വെച്ചുകൊണ്ടിരുന്നിട്ട് ഞാനെടുത്ത വീഡിയോ ആണോ അത്? ഞാനാണോ അത് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തത്? ഞാനാണോ? എൻ്റെ ഐഡിയിൽ നിന്നാണോ അതൊക്കെ വന്നത്? തനിക്ക് വിവരം ഉണ്ടോടോ? തനിക്ക് വിവരമുണ്ടോ? താനല്ലേ ഈ ഇരുന്നുകൊണ്ട് വിവരമില്ലാതെ സംസാരിക്കുന്നത്? മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സ്വഭാവം നല്ലതല്ലെന്ന്. വലിയ ഹരിചന്ദ്രനാണ് KMSS, വെറും ഹരിചന്ദ്രനാട്ടോ വന്നിരിക്കുന്നത്. ഹരിചന്ദ്രൻ 2025 ഏറ്റവും മികച്ച സ്വഭാവത്തിനുള്ള അവാർഡ് കിട്ടേണ്ട ആളാണ് നമ്മുടെ ഈ KMSS. ഇവർക്ക് ഈ 2025 ഏറ്റവും നല്ല സ്വഭാവത്തിനുള്ള അവാർഡ് കൊടുക്കണം. മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവം നല്ലതല്ല, മറ്റുള്ളവരുടെ സ്വകാര്യത ഒളിഞ്ഞു നോക്കുന്നത് നല്ലതല്ല. കാരണം ഞാൻ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാണ് ഞാനാ പോയി ഇത് ഷൂട്ട് ചെയ്തെടുത്തത്. എന്തായാലും ആ ഒരു ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. അപ്പോഴേ ഈ സ്വകാര്യത ഒളിഞ്ഞു നോക്കുന്നത് ഇഷ്ടമല്ലാത്ത വ്യക്തി റിയാക്ഷൻ വീഡിയോ ചാനൽ മേലാ കാണാൻ വന്നേക്കരുത്. ഓക്കെ. അതേസമയം ബിസ്മില്ലാഹ് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാനും ഈ വീഡിയോ കണ്ടു ചേച്ചി, പറഞ്ഞതുപോലെ 2 കുട്ടികളെ പ്രസവിച്ച സീൻ എന്താവും? ആ പ്രസവ സമയത്തുള്ള സിസ്റ്റർ ഡോക്ടർമാരെ എല്ലാവരെയും സമ്മതിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അത് കറക്റ്റാണ്. അപ്പോൾ ഞാനതിന് കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ, അന്നൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കി കാണില്ല. കാരണം അവരുടെ മക്കളെ പ്രസവിക്കുന്ന സമയത്ത് അവർ സെലിബ്രിറ്റി ആയിരുന്നില്ല. സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ ആരും കാണത്തില്ല. എന്ത് കാണിച്ചാലും ആരും കാണത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നീട് ഇതാണ് ഇതിൻ്റെ ഒരു പിന്നെയെന്ന് പറഞ്ഞാൽ, പിന്നെ അടുത്ത ഒരാൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, പിന്നെ വെറും ആക്ഷൻ. എൻ്റെ പൊന്നോ, ഇവൾ എങ്ങനെ പ്രസവിച്ച ആശുപത്രി ഇവിടെ ഇപ്പോൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കറക്റ്റാട്ടോ. പിന്നെ ഷാൻറ്റി മോൾ അബ്രഹാം അവർ പറയുന്നതെന്ന് വെച്ചാൽ, കുറ്റം പറയാനും യൂട്യൂബ് ചാനലോ എന്ന് ചോദിക്കുന്നു. അതേടി, കുറ്റം പറയാനും യൂട്യൂബ് ചാനൽ തന്നെയാണ്. കുറ്റമില്ലാത്ത നീയൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരുന്നത്? ഞാൻ വിളിച്ചോ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് കാണണമെന്ന്? റിയാക്ഷൻ വീഡിയോ ചാനൽ ആണെന്നുള്ളത് ഓരോ വീഡിയോകളും കാണുമ്പോൾ അതിൻ്റെ തമ്പനയിൽ കാണുമ്പോൾ മനസ്സിലാവില്ലേ? പിന്നെ എന്തിനാണ് കുട്ടിയെ നിങ്ങൾ കയറി വരുന്നത്? ആരും ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ. അപ്പോൾ കുറ്റം പറയാത്ത അത്രയും നല്ല പതിവ്രതയായ കുട്ടികളൊക്കെ ഈ റിയാക്ഷൻ വീഡിയോയുടെ ചാനലിലേക്ക് വരാതിരിക്കുക കേട്ടോ. അതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളൊക്കെ കുറ്റവും കുറവും കൊതിയും നുണയും ഒക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. കാരണം റിയാക്ഷൻ വീഡിയോ ആകുമ്പോൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചാനലുകളുണ്ട്. 100 കണക്കിന് റിയാക്ഷൻ വീഡിയോ ചാനലുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്.
യൂട്യൂബിൽ കയറി റിയാക്ഷൻ വീഡിയോ ചാനൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരുപാട് നമ്മൾ എണ്ണി തീർക്കാൻ പറ്റാത്തത്ര കയറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിലൊരുപാട് പെണ്ണുങ്ങളെക്കാളും എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോ കൈകാര്യം ചെയ്യുന്നത് ആണുങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ എല്ലാവരുടെയും അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കുറ്റം കുറവും പറയുന്നു എന്ന് പറഞ്ഞ് പറയാൻ? അവന്മാരുടെ അടുത്ത് ചുരുട്ടി കൂട്ടി ഏറിൽ കയറ്റി വിടും നിങ്ങളെ, കേട്ടോ. അതുകൊണ്ടേ പിന്നെ ഞാൻ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. കച്ചറക്കൂതറയായിട്ടൊക്കെ സംസാരിക്കാൻ എനിക്ക് സോഷ്യൽ മീഡിയ ആയതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്തു, നിങ്ങൾക്കുള്ള മറുപടി ഞാനിപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ വേദനാജനകമായിട്ടുള്ള അത്രയും വലിയ വേദനകളൊക്കെ തോന്നുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ റിയാക്ഷൻ വീഡിയോ കാണാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ സീരിയൽ നടന്മാരെ വിമർശിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല മറുപടി തരും. ആ മറുപടി കേട്ടിട്ട് പിന്നെ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ ID വരെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചാൽ നന്ന്. പിന്നെ ഇതിൻ്റെ പേരിൽ ഞാൻ എന്തായാലും നിങ്ങളെ ആരെയും ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതുക്കും മേലെ വലുതായിട്ടൊക്കെ വല്ലതും പറയാനുണ്ടെങ്കിൽ വന്ന് പറയുക. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ പേരും ID-യും എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് ഇതിനേക്കാളും നല്ല രീതിയിലുള്ള മറുപടി ഞാൻ അങ്ങോട്ട് തന്നേക്കാം. അതപ്പോൾ എനിക്ക് ഒരാശ്വാസമാവും, നിങ്ങൾക്കും ഒരാശ്വാസമാവും. ഇപ്പോൾ ഞാനിതിന് കമൻറ്റ് മാത്രമാണ് ഇട്ടിരുന്നതെങ്കിൽ ഇത്രയും വിശദമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. എന്തായാലും എൻ്റെ നെഞ്ചിലെ കല്ലങ്ങ് അലിഞ്ഞു പോയി. എന്തായാലും സമാധാനമായി. ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.